വെരി വെരി ഗുഡ് മോർണിംഗ്. പേര് പരിചയപ്പെടുത്ത എന്റെ പേര് സുരാഗ് എന്നാണ്. സാറ് സൂചിപ്പിച്ചു, കുറച്ച് പേർക്കൊക്കെ അറിയാം. ആർ സി എം ടെക്നീഷ്യനാണ്. വളരെ സന്തോഷത്തോടെ ആർ സി എമ്മില് ഫാമിലി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ പറയുക, ഫാമിലി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടെന്ന് പറയുമ്പോൾ നമ്മള് എന്താ പറയുക, സന്തോഷത്തോടെ പോവാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് അല്ലേ. നമ്മളെ സംബന്ധിച്ച് നമുക്കത് വളരെയധികം സാധിക്കുന്നുണ്ട്. അത് ആർ സി എമ്മിലൂടെ ആയതുകൊണ്ട് തന്നെ അതിനൊരു രസകരമായൊരു ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോ അതിൽ വളരെ സന്തോഷം. കാരണം ഈ ഒരു പ്രസ്ഥാനം ഞങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവന്നത് ഗിരീഷ് സാറാണ്. പിന്നീട് ആൻഡ്രോൺ സാറ്, ഷൈനി മാഡം, അവിടെയൊക്കെ ഗൈഡൻസ് ഒരുപാട് നമുക്ക് ഫാമിലി ലൈഫിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അർജുൻ സാറ്, എടുത്തു പറയാൻ എന്താ പറയാ, എടുത്തു പറയേണ്ട ആളുകളാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് ബിസിനസ്സിൽ നമുക്കിന്ന് നമ്മളെല്ലാവരും അറിയുന്ന കുറെ കാര്യങ്ങളാണ്. നമുക്ക് ആർ സി ബിസിനസ്സിൽ നമ്മളെല്ലാവരും വന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്ക് ഒരുപാട് കമ്പനി ടാർഗറ്റുകൾ തരുന്നു, കുറേ ഓഫറുകൾ തരുന്നു. എല്ലാം നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ അതിലെല്ലാത്തിലും ഫോക്കസ്ഡ് ആണോ എന്ന് വെച്ചാൽ എല്ലാത്തിലും നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കാം. കുറെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നുണ്ടായിരിക്കാം. എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പലപ്പോഴും പല ആളുകളും ബിസിനസ്സിലേക്ക് വന്നിട്ട് ഓരോ സമയങ്ങളിലും ഓരോ കാര്യങ്ങൾ വരും. ചില സമയത്ത് ഒരു ബ്രേക്ക് വരും, ചില സമയത്ത് ഏഹ്, ഒരു മുന്നോട്ട് പോവാത്ത പോലെ തോന്നും. അങ്ങനെ പല ഫീലിംഗ് ഒക്കെ വരും. അപ്പൊ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ഉണ്ടാവുന്ന വിഷയം എന്ന് വെച്ചാൽ പലരും ആ സമയങ്ങളിൽ ബാക്കിലേക്ക് പോവാ ചെയ്യുക. ബാക്കിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്നൊക്കെ തോന്നി ഇങ്ങനെ ബാക്കിലേക്കൊക്കെ പോവാനായിട്ട് നമുക്കൊരു എന്താ പറയാ, ഉള്ളിന്റെ ഉള്ളിലൊരു അങ്ങനെ ഫീലിംഗ് നമ്മൾ അറിയാതെ വരും. നമുക്കത് നമ്മളെ ഈ സിസ്റ്റത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സിന്റെ അടുത്ത് നിന്നും അകൽച്ചയിലേക്ക് കൊണ്ടുപോകും. ഇതൊക്കെ നോർമലി കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഏഹ് രാവിലെ വായം തന്നെ വന്നിട്ട് സാർ എന്തെങ്കിലുമൊക്കെ പറയണമെന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കില്ലേ. ഏഹ് അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു കാരണം കാണുമല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റണം നമുക്ക്. അപ്പൊ പിടിച്ചു നിർത്താൻ പറ്റണമെങ്കിൽ, കാരണം സ്ട്രഗിളിങ് ആർക്കും വരാതില്ല, ആർക്കും ബിസിനസ്സിൽ ബുദ്ധിമുട്ടാവാതിരിക്കില്ല. ഇപ്പോ നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ധനികന്മാരായ യൂസഫ് അലി, അല്ലെങ്കിൽ നമ്മുടെ അംബാനി, ഇപ്പൊ കേരളത്തിലെ ആളാ പറയുകയാണെങ്കിൽ യൂസഫ് അലി. നമ്മൾ യൂസഫിന്റെ അടുത്ത് പോയി ചോദിച്ചു നോക്കിയേ, ആൾക്കുണ്ടാവും എന്തെങ്കിലും പ്രശ്നം. പക്ഷെ ആളുടെ പ്രശ്നം ആളുടേതായ രീതിയിലുള്ള വലിപ്പം ഉണ്ടാവും ആ പ്രശ്നത്തിന്. ഇപ്പൊ നമുക്ക് യൂസഫിന്റെ പ്രശ്നം കേൾക്കുമ്പോൾ എന്റെ അമ്മോ എന്ത് പിന്നെ എന്ന് നമ്മൾ ആലോചിക്കും. പക്ഷെ അദ്ദേഹം എന്താ ചെയ്യണത് അറിയോ? അദ്ദേഹത്തിന്റെ പ്രശ്നം പറഞ്ഞു നടക്കില്ല. അതാണ് പ്രത്യേകത. നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടക്കും. യൂസഫലി ആളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു നടക്കില്ല. കാരണം എന്താ, യൂസഫിയുടെ പ്രശ്നങ്ങൾ നമ്മളോട് പറഞ്ഞിരുന്ന കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് തലറങ്ങും. ആളുടെ പ്രശ്നം കേൾക്കുമ്പോൾ ആൾക്ക് ചിലപ്പോ ഇന്നിപ്പോ ഹെലികോപ്റ്റർ ചെറിയൊരു തോന്നുന്നുണ്ട്, അപ്പൊ ഹെലികോപ്റ്റർ ഒന്ന് മാറ്റണം. ആളുടെ പ്രശ്നം അതായിരിക്കും. നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ? നമുക്കത് കേൾക്കുമ്പോൾ തന്നെ തലറങ്ങും. ഇപ്പൊ ഹെലികോപ്റ്ററിന്റെ പങ്കായം തന്നെ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഹെലികോപ്റ്ററിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണേ. അപ്പോ ആളുടെ പ്രശ്നം വേറെയാണ്, നമ്മുടെ പ്രശ്നം വേറെയാ. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റെതായ, എല്ലാ ബിസിനസ്സുകാർക്കും സ്ട്രഗിളിംഗ് പീരീഡ് ഉണ്ട്, സ്ട്രഗിളിംഗും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും അത്. അതിനെ പക്ഷെ നമ്മൾ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ അതിനെ നമ്മൾ മുന്നോട്ട് വരണം. പക്ഷെ അതൊക്കെ എപ്പോഴാണ് പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിൻ്റെതായ നമ്മളെ എക്സ്ട്രാ ഫോഴ്സ് നമ്മുടെ പിന്നിൽ വരുമ്പോഴാണ് നമുക്കിതൊക്കെ തരണം ചെയ്ത് പോകാൻ പറ്റുള്ളൂ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനൊക്കെ തരണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു എക്സ്ട്രാ ഫോഴ്സിനെ ലീഡേഴ്സ് വിളിക്കുന്ന പേരാണ് ഡ്രീംസ് എന്നൊക്കെ പറയാ. എക്സ്ട്രാ ഫോഴ്സിനെ നമ്മൾ വേറെ തരത്തിൽ കണ്ടാൽ ഡ്രീംസ് എന്നാണ് നമ്മുടെ ലീഡേഴ്സ് ഒക്കെ പറയാ. പക്ഷെ ഞാൻ അതിന് കുറച്ചും കൂടി വ്യത്യസ്തമായ ഒരു പേരിടും. ഏഹ് അത് എന്താണ് നമ്മൾ പി പി ടി വഴി ഞാൻ പറഞ്ഞുതരാം. കാരണം നമുക്ക് വളരെ ചെറിയ സമയമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പി പി ടി ഷെയർ ചെയ്യാം. അപ്പോ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മളിപ്പോ ആർ സി എം വേൾഡ് ആയി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ വെൽക്കം ടു ആർ സി എം വേൾഡ്. നമ്മൾ ആർ സി എം ബിസിനസ്സിൽ ആർ സി എം ലോകോത്തര തലങ്ങളിലേക്ക് മാറി തുടങ്ങി. അപ്പോ ആ ലെവലിലേക്ക് മാറുമ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അതിനൊക്കെ പുറമെ ആർ സി ബിസിനസ്സിൽ നമ്മൾ വരുമ്പോൾ, ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ, നോർമലി ഞാൻ കണ്ടിട്ടുള്ള ആളുകൾ രണ്ട് തരത്തില് ചിന്തിക്കുന്നവർ കാണാറുണ്ട്. രണ്ട് തരത്തില്. ഒന്ന്, എന്നെ കൊണ്ട് ഇതൊക്കെ പുഷ്പം പോലെ കാര്യങ്ങൾ നടക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നെ കൊണ്ട് ഇതൊക്കെ നടക്കും, എനിക്കിതൊന്നും വിഷയമല്ല,
എന്ത് ഇത് വന്നാലും ഞാനിത് ചെയ്തെടുക്കുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരാ. എനിക്കിത് പറ്റത്തേ ഇല്ല എന്ന് ചിന്തിക്കുന്നവരാ. ഈ രണ്ട് കാറ്റഗറിയാണ് നോർമലി നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ നോർമലി കണ്ടുവരുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കാറ്റഗറി രണ്ടാമത്തെയാ. എനിക്കിത് പറ്റില്ല, എന്നെ കൊണ്ടൊന്നും നടക്കില്ല, എൻ്റെ ഫാമിലിയിൽ ആരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഈ ബിസിനസ്സിലുള്ളവരില്ല, അതുകൊണ്ട് എനിക്കും ഇത് പറ്റില്ല, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന അതേ കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്നോളാം എന്നൊക്കെ ഒരു ചിന്തയാണ്. പക്ഷെ എല്ലാവർക്കും ഉള്ളിൽ ആഗ്രഹമുണ്ട്, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണം, വലിയ സംഭവം ആവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരല്ലോ, അതിനു വേണ്ടിയുള്ള ഒരു ഇതും കൂടി വേണ്ടേ. അപ്പോ ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് കൂടുതൽ ഉണ്ടാവാറ്. എനിക്കിത് പറ്റില്ല, നമുക്കിത് പറ്റുന്ന പരിപാടിയല്ല എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് കൂടുതലും. ഇത് രണ്ടിനുമുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൗണ്ട് വരുന്നത് നിങ്ങളുടെ ദൈവത്തിൽ നിന്നാണ്. എനിക്കിത് പറ്റുമെന്ന് ചിന്തിക്കുമ്പോൾ ആ ശബ്ദം നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ശബ്ദമാണ്. പറ്റില്ല എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലത്തെ ഡെവിളാണ് സംസാരിക്കുന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഡെവിളാണ് നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ഡെവിളിനൊക്കെ കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ രണ്ട് പേരുണ്ട്. നമ്മള് ദേഷ്യപ്പെടുമ്പോൾ പ്രവർത്തിക്കുന്നത് ഡെവിളാ, ശാന്തമായിട്ട് ആലോചിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് ഗോഡാ. അത് നിങ്ങൾ പല സന്ദർഭങ്ങളിൽ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ജസ്റ്റ് അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ എന്ന് പല ആൾക്കാർ പറഞ്ഞു കേട്ടല്ലേ. നമ്മൾക്ക് പോലും അത് ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ പറഞ്ഞോ, അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും ഞാൻ അപ്പുറത്തെ ദേഷ്യം പറഞ്ഞു പോയതാ, വിട്ടേക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഏഹ് അതെന്തുകൊണ്ടാന്നറിയോ? അത് ഈ പറഞ്ഞ ആള് ഉള്ളിൽ കിടന്ന് കളിച്ചതാ, അല്ലെങ്കിൽ ആ ആള് നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാ. അപ്പോ നമ്മുടെ ഉള്ളിലൊരു ദൈവികതയുണ്ട്. അപ്പൊ ആ ദൈവികതയെ വളർത്താൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ എന്തൊരു കാര്യത്തിലും ഫസ്റ്റ് തന്നെ നോ പറയുന്ന ശീലം മാറ്റാം. എന്നാൽ എല്ലാത്തിനും യെസ് പറയണം എന്നല്ലാട്ടോ ഞാൻ പറയണേ. പക്ഷെ കുറച്ച് ഒന്ന് ആലോചിച്ചിട്ട് അതിനൊരു ഉത്തരം പറയാൻ നിൽക്കുക. ഇമ്മീഡിയറ്റ്ലി ഉത്തരം കൊടുത്താൽ ഇമ്മീഡിയറ്റ് ഉത്തരം എപ്പോഴും ഡെവിളിന്റെ ഉത്തരമായിരിക്കുന്ന പലപ്പോഴും പറയാം. കുറച്ച് സമയം, ഒരു സെക്കൻഡ്സ്, ഒരു 2 സെക്കൻഡെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ചെയ്തു നോക്കാം, എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ ഗോഡ് പ്രവർത്തിക്കുക. ഇപ്പോ സെക്കൻഡ്സുകൾ സമയം നമ്മൾ ചിന്തിക്കാൻ എടുത്താൽ പോലും ഈ അയക്കാൻ എന്ന് പറയുന്ന ഉത്തരം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും കിട്ടും. പല കാര്യങ്ങളും നമുക്ക് പറ്റും, അത് നമുക്ക് പറ്റും എന്നുള്ള നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നടക്കാൻ പറ്റും. അപ്പോ ഈ ഒരു കാറ്റഗറി ഇതിൽ നമ്മൾക്ക് എപ്പോഴും ഐക്യാലിലേക്ക് വരാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. ഈ ഐക്യാലിലേക്ക് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാലാണ് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇന്ന് ഞാനിപ്പോ നിങ്ങളോട് പറയാൻ പോണ ഒരു കാര്യം, നമ്മൾ സാധാരണ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ചെയ്തു വരുന്ന, അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വളരെ എന്താ പറയാ യാഥാർത്ഥ്യം എന്നൊക്കെ പറയാം, അത്രയും യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. എനി ബിസിനസ് ക്യാൻ ബി ഒപ്റ്റിമൈസ്ഡ് ആൻഡ് മെയ്ഡ് സക്സസ്ഫുൾ ഇൻ 3 years. ഏതൊരു ബിസിനസ്സും സക്സസ്ഫുൾ ആവണമെങ്കിൽ 3 വർഷം ഒപ്റ്റിമൈസേഷൻ ചെയ്ത് അതിന് പിന്നാലെ നിൽക്കണം. എന്നുവെച്ചാൽ നമ്മൾ അതിന്റെ പിന്നാലെ വളരെ കാം ആൻഡ് ക്വയറ്റായ നല്ല രീതിയിൽ അതിന് പിന്നിലുള്ള ബാക്ക് ബോൺ ശരിയാക്കി കൊണ്ടുവരുമ്പോഴാണ് ഏതൊരു ബിസിനസ്സും വളർച്ചയിലേക്ക് എത്തുള്ളൂ. അതിനൊരു 3 വർഷം ടൈം എടുക്കും. അത് ഇതുവരെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനിയൊരു 3 വർഷം നിങ്ങൾക്ക് സമയമെടുക്കും. എന്നുവെച്ചാൽ ഇനിയൊരു 3 വർഷം അതിന് സമയമെടുക്കും. കൃത്യമായി വെള്ളം ഒഴിച്ച് കൃത്യമായി വളം കൊടുത്ത് ഒരു വൃക്ഷത്തെ പരിപാലിക്കുന്ന പോലെ ഇതിനെ പരിപാലിച്ചാൽ മാത്രമേ ഒരു 3 വർഷം കൊണ്ട് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നവർക്കാണ് പറ്റുന്നത്. വളരെ ഗാഢമായി കൃത്യമായി ഇങ്ങനെ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നവർക്കാണ് അത് 3 വർഷം സമയം എടുക്കുക, അല്ലാത്തവർക്ക് വീണ്ടും നീണ്ടുപോകും. അപ്പോ ഷോർട്ട് ടൈം സക്സസ് ഇസ് ലക്കാണ്. ചെറിയ സമയം കൊണ്ട് സക്സസ് ഉണ്ടാക്കുന്നത് ലക്കാ. പക്ഷെ ലോങ് ടൈം സക്സസ് സ്കില്ല. കഴിവ് കൂട്ടുമ്പോഴാണ് ലോങ് ടൈം സക്സസ് ഉണ്ടാക്കുക. ഇത് നമ്മളുടെ എല്ലാ ബിസിനസ്സിലും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലും ഇതൊരു വളരെ എന്താ പറയാ ആപ്ലിക്കബിൾ ആയുള്ള ഒരു തിയറിയാണ്. അല്ലെങ്കിൽ എന്താ പറയാ, പല ലീഡേഴ്സും പല ബുക്കുകളിലും എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. ഇനി ഇതേ കാര്യം തന്നെ നമ്മൾ മറ്റൊരു തരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ,
നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി നമ്മളോട് നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നു. ഈ ബിസിനസ്സിൽ നിങ്ങളിൽ നിന്നും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ 3 കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഓക്കെ ആണെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് എന്നായാലും വിജയിക്കാൻ പറ്റും. ഫാസ്റ്റ് ആയിട്ട് വിജയിക്കാൻ പറ്റും, സ്ലോ ആയിട്ട് വിജയിക്കാൻ പറ്റും, അങ്ങനെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധ ചെലുത്തുന്നു, എത്രത്തോളം അതിൽ ഫോക്കസ്ഡ് ആവുന്നു, ആ 3 കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആവുന്നതിനൊപ്പം ആ ഫോക്കസ് ആവുന്നതിന്റെ പവറിനനുസരിച്ച് നിങ്ങളുടെ ബിസിനസ്സിന് ഡെപ്തിൽ നിന്നും വലിയൊരു വളർച്ച കൊണ്ടുവന്ന് നിങ്ങൾക്ക് നല്ല രീതിക്ക് അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് വലിയ വലിയ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വിജയിച്ച ആളുകൾ മുഴുവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഏറ്റവും കൂടുതൽ ബുക്കുകളിൽ റിപ്പീറ്റേഷൻ ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ദീപക് ബജാജ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. വെച്ചാൽ ഇന്ന് ഇന്ത്യയിൽ ടോപ്പ് 10 നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലെ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന, ഇൻകം ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പ് 10 കാറ്റഗറിയിൽ 2ാമത്തെ വ്യക്തിയാണ് ദീപക് ബജാജ് എന്ന് പറയുന്ന ആള്. ടോപ്പ് 10ൽ 2ാമത്തെ ആളാണ്. ഓക്കെ, ഈ ടോപ്പ് 10ൽ 7ാമത്തെ ആളാരാന്നറിയോ? ടോപ്പ് 10ലെ ആളുകളിൽ 7ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി നമ്മുടെ എല്ലാവരുടെയും അഭിമാനം ഡോക്ടർ സുരേന്ദ്രൻ സാറാ. ഇന്ത്യയിൽ ടോപ്പ് 10 കാറ്റഗറിയിൽ 7ാമത്തെ ആളാണ് ഡോക്ടർ സുരേന്ദ്രൻ സാറ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുമാനം വാങ്ങിക്കുന്ന ആളുകൾ. അദ്ദേഹമാണ് നമ്മളെ അടുത്ത മാസം കാണാൻ വരുന്നത് നമ്മുടെ അടുത്തേക്ക്. അദ്ദേഹം നമ്മുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. നമുക്ക് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വലിപ്പം അറിയില്ല എന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കുക, ടോപ്പ് 10 നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ഏണേഴ്സ്, വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അതിൽ 7ാമത്തെ ആളായിട്ട് അദ്ദേഹത്തിന്റെ പേര് കാണിച്ചു തരും. ഡോക്ടർ സുരേന്ദ്രൻസ് എന്ന് എഴുതി കാണിച്ചു തരും. അതിൽ കൂടെ അതും RCM കൂടിയും കൂടെ ചേർത്തിട്ടുണ്ടാവും. ഡോക്ടർ സുരേന്ദ്രൻസ് RCM ബിസിനസ്, അങ്ങനെയാണ് എഴുതിയിട്ടുണ്ടാവുക. സോ സോ നമ്മൾ മനസ്സിലാക്കാൻ, നമ്മൾ നിൽക്കുന്ന ഇൻഡസ്ട്രി ടോപ്പ് 10 കാറ്റഗറിയിലേക്ക് ഒരാളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി വലിയ വരും. ഇനി വരും കാലങ്ങളിൽ ഇപ്പൊ RCM വേൾഡ് ലെവലിലേക്ക് പോയി നോക്കിപ്പോ, ഇനി വരും കാലങ്ങളിൽ നമ്മുടെയൊക്കെ അഭിമാനായ CRN മൂർത്തി സാറിന്റെ പേര് വരെ ആ കാറ്റഗറിയിൽ വരും. ടോപ്പ് 10 കാറ്റഗറിയിൽ ഞാൻ പറയുന്നു 10 പേരും RCMന്റെ ആയിട്ട് മാറുന്ന കാലം അത്ര വിദൂരമൊന്നുമല്ല. അടുത്ത് തന്നെ ആ ഒരു ലെവലിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റും. നമ്മൾ അവിടേക്ക് വരും. അപ്പോ ഇപ്പൊ ഡോക്ടർ സുരേന്ദ്രൻ സാർ ഉണ്ടെങ്കിൽ, വർഷങ്ങളായിട്ട് അദ്ദേഹം ആ ഒരു സ്ഥാനം കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ ലീഡേഴ്സ്, നമ്മളുടെ സഫേർ മൂർത്തി സാറും ഇവരൊക്കെ, മൂർത്തി സാറൊക്കെ ഇനി ആ ലെവലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തും. അപ്പൊ എത്തുമ്പോ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ എത്രത്തോളം RCM ബിസിനസ്സിൽ ഭാഗ്യം ചെയ്തവരാണെന്ന്. കാരണം ഈ ഒരു ഇൻഡസ്ട്രി പക്ഷെ അപ്പോഴൊക്കെ ഈ വിജയിച്ച ഈ ടോപ്പ് 10 കാറ്റഗറിയിലുള്ള ലീഡേഴ്സ് ഒക്കെ പറയുന്ന 3 കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇപ്പൊ ഞാൻ പറയാൻ പോണ 3 കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിലൊന്നാമത്തെ കാര്യമാണ് യു മസ്റ്റ് ഹാവ് ആൻ ഇമോഷൻ ഡ്രീം. നിങ്ങൾക്കൊരു ഇമോഷൻ ഡ്രീം ഉണ്ടാവണം. ഈ ബിസിനസ്സിൽ വളരാനായിട്ട് നിങ്ങൾക്കൊരു ഇമോഷൻ ഡ്രീം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനായിട്ട്. ഇപ്പോ കൺസിസ്റ്റൻസിന്റെ കാര്യങ്ങൾ എപ്പോഴും ലീഡേഴ്സ് പറയാറുണ്ട് അല്ലെ? കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമുക്കൊരു ഇമോഷൻ ഡ്രീം ഉണ്ടാവണം അല്ലേ? രണ്ടാമത്തെ കാര്യം, യു മസ്റ്റ് ബി വില്ലിംഗ് ടു ചേഞ്ച് ആൻഡ് ലേൺ ആസ് ദ ബിസിനസ് ഡിമാൻഡ്. ഈ രീതിയിലുള്ള ബിസിനസ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ചേഞ്ചുകളും പഠനവും ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവണം. പഠിക്കാനും മാറ്റം കൊണ്ടുവരാനും ബിസിനസ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാനും നിങ്ങൾ തയ്യാറാവണം. ഇതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി രണ്ടാമതായിട്ട് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യം. സോറി. അപ്പൊ നമ്മള് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ആ പഠനത്തിനോടൊപ്പം അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, അത് എന്റെ മാറ്റം ഞാൻ കൊണ്ടുവരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. പഠിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ നമ്മൾ എപ്പോഴും വ്യഗ്രത കാണിക്കുന്നത്. മറ്റുള്ളവരുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരണം, പക്ഷെ ആദ്യം അവനവനിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം പഠനത്തിനൊപ്പം. അപ്പോ അതാണ് ആദ്യം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ബിസിനസ്. സോ മൂന്നാമത് ബിസിനസ് ആവശ്യപ്പെടുന്ന കാര്യമാണ്, എനിക്ക് ഇതിൽ നിന്നും ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ ചില മാസങ്ങൾ, ചില വർഷങ്ങൾ സമയമെടുക്കും.
ആ ചില മാസങ്ങൾ അല്ലെങ്കിൽ ചില വർഷങ്ങള് ഇതില് ഹാർഡ് വർക്ക് ചെയ്യാൻ, ഈ സിസ്റ്റം അനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാൻ വില്ലിങ് ആണെന്നുള്ളൊരു തീരുമാനം എടുക്കുന്നതാണ് മൂന്നാമത്തെ കാര്യം. വില്ലിങ് ആണെന്ന് തീരുമാനം എടുത്താൽ മാത്രം പോരാ, അതിന് കൂടെ നിൽക്കണം, സിസ്റ്റത്തിനൊപ്പം നിൽക്കണം. അപ്പോ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി പൊതുവെ പൊതുവെ നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ. ഈ മൂന്ന് കാര്യങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോ ഇമോഷൻ ഡ്രീം എന്ന് പറഞ്ഞാൽ എന്താ? ഇമോഷൻ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രീം എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ 485 പേരോട് ഞാൻ ഡ്രീം ചോദിച്ചു കഴിഞ്ഞാൽ 485 പേർക്കും ഇഷ്ടം പോലെ ഡ്രീം പറയാനുണ്ടാവും. എനിക്ക് പേളാവണം, എനിക്ക് സ്റ്റാർ പേളാവണം, എനിക്ക് സുഭാഷ് സാറിനെ പോലെ എമറാൾഡ് ആവണം, എനിക്ക് മൂർ സാറിനെ പോലെ സഫയർ ആവണം, ഏഹ് നമ്മളെ ബീനു സാറിനെ പോലെ റൂബി ആവണം, ഡോക്ടർ യാൻ സാറിനെ പോലെ സ്റ്റാർ എമറാൾഡ് ആവണം. ഇങ്ങനെയൊക്കെ പറയാൻ നമുക്ക് ഇഷ്ടം പോലെ ഡ്രീമുകളുണ്ടാവും, ഒരുപാടുണ്ടാവും. പക്ഷെ ആ ഡ്രീം എന്ന് പറയുന്നത് ആർ സി എമ്മിലെ പൊസിഷൻസാ. നമ്മളിപ്പോ ഈ പറഞ്ഞ പേരുകളൊക്കെ ആർ സി എമ്മിലെ പൊസിഷൻസാ. പക്ഷെ അതിന്റെ അപ്പുറത്ത് ആ പൊസിഷൻ എനിക്ക് വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പൊസിഷൻ നേടുന്ന സമയത്ത് ഞാൻ എന്ന വ്യക്തി എന്ത് നേടുന്നു, അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി അല്ലെങ്കിൽ എന്റെ കുടുംബത്തില് ഞാൻ എന്ത് നേടുന്നു, അതാണ് അൾട്ടിമേറ്റ്. അതാണ് ഡ്രീം ആവേണ്ടത്. എന്ന് വെച്ചാൽ എന്റെ സ്വപ്നങ്ങള് എന്ന് പറയുമ്പോൾ, എനിക്ക് ആ സ്വപ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ വേറെ ആർക്ക് കോരിതരിപ്പ് വന്നില്ലെങ്കിലും എനിക്ക് കോരിത്തരിപ്പ് വരണം. അതാണ് ഇമോഷൻ ഡ്രീം. മറ്റുള്ളവർക്ക് കോരിത്തരിപ്പ് വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ എനിക്ക് ഡ്രീം സെറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡ്രീം സെറ്റ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിന് തുല്യ. അവർക്ക് വേണ്ടി ജീവിക്കുന്നതിനുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ കോരിത്തരിപ്പ് നോക്കിയിട്ട് സ്വപ്നം ഉണ്ടാക്കിയാൽ മതി. പക്ഷെ അവനവന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അവനവന്റെ കുടുംബത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അവനവന് വേണ്ടി സ്വപ്നങ്ങൾ ഉണ്ടാക്കണം. അവനവനാണ് കോരിത്തരിപ്പ് വരണ്ടേ. അപ്പോഴാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു സ്ട്രഗിളിങ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് വരുമ്പോൾ മനസ്സ് ചഞ്ചലപ്പെട്ട് പിന്നിലേക്ക് പോവാൻ നിങ്ങൾക്ക് തോന്നാതിരിക്കുള്ളൂ. കാരണം എന്താ, നമ്മളുടെ ഇമോഷൻ ഡ്രീം ബുക്കൊന്നും എടുത്ത് വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ഇമോഷൻ ഡ്രീമിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എന്നോട് എന്റെ ഇമോഷൻ ഡ്രീംസ് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ബുക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്റെ ഇമോഷൻ ഡ്രീം എനിക്ക് പറയാനായിട്ട്. കാരണം എൻ്റെ അത് ഡ്രീമല്ല, എൻ്റെ ഇമോഷൻ ഡ്രീമാ. എനിക്കത് ഇങ്ങനെ ഓരോ ഇൻസിഡന്റ് ആയിട്ട് കണക്ട് ചെയ്ത് തീർക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇമോഷൻ ഡ്രീമാണ്. അത് ദീപക് ബജാജ് അദ്ദേഹത്തിന്റെ ബുക്കുകളിൽ പല തവണ അത് റിപ്പീറ്റേഷൻ ചെയ്ത് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പല ബുക്കുകളിലും. അപ്പോ എന്റെ ഒന്നാമത്തെ, ഞാൻ പല സ്ഥലങ്ങളിലും പറയാറുള്ള എൻ്റെ ഒരു ലോങ് ടൈം ഡ്രീമാണിത്. 2041 ഈ ഒരു ഡ്രീമിന് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2041 പ്രത്യേകതയുണ്ട്. ഈ 2041 ആകുമ്പോൾ എൻ്റെ മോൾക്ക് 18 വയസ്സാവും. ആർ സി എമ്മിൽ ഐ ഡി എടുക്കും. ഏപ്രിൽ 29 ഏപ്രിൽ 29 മോൾക്ക് 18 വയസ്സാവും. അവൾ ആർ സി എമ്മിൽ ഐ ഡി എടുക്കും. ബർത്ത്ഡേ ആയിട്ട് ആർ സി എമ്മിൽ ഐ ഡി എടുക്കും. അപ്പൊ എന്തുണ്ടാവും, അച്ഛന്റെ ബിസിനസ് ഒക്കെ ചെയ്യാൻ പോണ്ടേ. പല സ്ഥലങ്ങളിലും അച്ഛൻ അപ്പോഴേക്കും ബിസിനസ് ഉണ്ടാവില്ലേ, അപ്പൊ ബിസിനസ് ഒക്കെ ചെയ്യാൻ പോണ്ടേ. അപ്പൊ പോകുമ്പോ ഞാൻ പോയ മാതിരിയൊക്കെ ഇങ്ങനെ ടാക്സി ഒന്നും വിളിച്ച് പോവാൻ നിൽക്കുന്ന ആവശ്യം വരരുത്. പോവുക, സ്വന്തം ഫ്ലൈറ്റ് എടുക്കുക, പോവുക, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുക, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി മീറ്റിംഗ് സ്ഥലത്തേക്ക് പോകാനും വേറെ ആരും കാത്തു നിൽക്കേണ്ട ആവശ്യം വരരുത്. എന്നിട്ട് സി ഡി മുസിൽ പറഞ്ഞല്ലേ, എന്റെ കാറ് തള്ളാൻ എനിക്ക് ഒരാളുടെ ആവശ്യമില്ലാന്ന്, ഞാൻ തന്നെ തള്ളു എന്ന് പറഞ്ഞിട്ടില്ലേ. എന്ന് പറഞ്ഞ മാതിരി ആ ഫ്ലൈറ്റിൽ നിന്ന് ആ കാർ ഇറക്കുക, അത് ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കാനുള്ള കാറാണ് ആ ഇരിക്കണേ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കാർ എടുക്കും, വണ്ടി ഓടിച്ച് പോവും, മീറ്റിംഗ് കഴിയും, മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരും, അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും, ഫ്ലൈറ്റ് എടുക്കുക, വീട്ടിലേക്ക് പോരാ. ഇപ്പൊ നമുക്കാണെങ്കിൽ ഇവിടെ കൊച്ചി എയർപോർട്ടൊക്കെ ഇവിടെ തൊട്ടടുത്താ. 2041 ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് എയർപോർട്ട് വരില്ല എന്ന് പറയാൻ പറ്റില്ലോ. അപ്പോ ഇതൊരു കാര്യം. അതിന്റെ കൂടെ എനിക്ക് വാച്ച് എന്ന് ഭയങ്കര ഭയങ്കര കമ്പമുള്ള ആളാ. അതിന് കൂടെ ഉപയോഗിക്കാൻ എനിക്ക് ആ സമയത്ത് ആവുമ്പോഴേക്കും വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ഒരു വാച്ചാണിത്. ഈ വാച്ച് ഉപയോഗിക്കുന്ന ആളുണ്ട് ഇപ്പൊ, CR7 എന്ന് പറയും, ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹത്തിന്റെ കൈമ എടുക്കുന്ന വാച്ച്. അദ്ദേഹത്തിന് 7ഓളം വാച്ചുകളുണ്ട് ഇതുപോലത്തെ, ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ വരുന്ന വാച്ച് ഉണ്ട്. ഈ വാച്ചിന്റെ പേര് കണ്ടോ, നമ്മൾ കേട്ടിരിക്കുന്ന റോളക്സ് അങ്ങനെയൊക്കെ പേരുകളല്ലേ നമ്മൾ വാച്ചിന് കേട്ടിട്ടുള്ളൂ. ഈ വാച്ചിന്റെ പേര് കേട്ടാ, ഫ്രാങ്ക് മുള്ളർ ഇൻവിസിബിൾ ബുഗാട്ട് ഡയമണ്ട്സ് ഇമ്പീരിയൽ എന്നാണ് അതിന്റെ പേര്.
അതിന്റെ പ്രൈസ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഇപ്പോഴത്തെ പ്രൈസ് ആട്ടോ. ഇത് ആ സമയമാകുമ്പോഴേക്കും കൂടാനുള്ള ചാൻസ് ഉള്ളൂ. സോ നമുക്ക് ഇത് ഒരു എൻ്റെ ഒരു ഇമോഷൻ ഡ്രീമാണ്. ഇത് ഏത് സമയത്ത് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഏ ഇത് ഒരു ഇമോഷൻ ഡ്രീമാ. അതിനെന്താ കണക്ഷൻ എന്താ? ഞാൻ കണക്ട് ചെയ്ത് എവിടേക്കാ? മനസ്സിലായില്ലേ? അതാണ് ഇമോഷൻ ഡ്രീം എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ്സ് ഇതാ, 2030 ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് ഇതാ. ആ വീട് ഇങ്ങനെയാക്കി മാറ്റണം. അതേ സമയം അതേ വർഷം ഞങ്ങളുടെ നാട്ടിലെ ഉത്സവം നടക്കുമ്പോ അവിടെ ഒന്ന് രണ്ട് ആനേനെയൊക്കെ ഒന്ന് സ്പോൺസർ ചെയ്യണം. ഈ പേരിൽ ഒന്ന് രണ്ട് ആനേനെയൊക്കെ അവിടെ സ്പോൺസർ ചെയ്യണം. എങ്ങനെയുണ്ടാവും? നല്ല രസമായിരിക്കില്ലേ? ഇത് ഒരു ഇമോഷണൽ ഡ്രീമാ. ഓക്കെ, 2025 ഞാൻ ഏറ്റവും വലുതിന്ന് ബാക്കിലേക്ക് വരുന്നത് കേട്ടോ. 2025 ഡെബിറ്റ് ഫ്രീ. നമ്മളെല്ലാവരും ആഗ്രഹമല്ലേ ഇങ്ങനെ ആവാൻ? അതെന്റെ ഒരു ആഗ്രഹമാണ്. പക്ഷെ ഇതെനിക്ക് കുറച്ച് ഇത്തിരി കൂടിയ ആഗ്രഹമാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് കുറെ നാളായിട്ട് ഇതിനോട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നല്ല രീതിയിൽ അതിന് RCM എന്നെ സഹായിക്കുന്നുണ്ട്. പല സമയങ്ങളിലായിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഇപ്പൊ ഒരുപാട് ബാധ്യതകളൊക്കെ ഒഴിവാക്കാൻ ശരിക്കും പറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ RCMന്, അതിനൊക്കെ കയ്യടി RCMന് കൊടുക്കണം. ഓക്കെ, ഇനി ഇതൊക്കെ നമ്മൾ ഇമോഷണൽ ഡ്രീം നമുക്ക് ഇതൊക്കെ പറ്റുമോ എന്നൊക്കെ നമുക്ക് ചിലപ്പോ തോന്നും. ഇത് ഇതിന്റെ കൂട്ടത്തിൽ വരുന്നൊരു കാര്യമാണ്. നമ്മള് ഈ എന്താ പറയാ, ആകാശത്തോടെ മാത്രം എപ്പോഴും പോയാൽ പോരല്ലോ. ടീം മെമ്പേഴ്സിന് ഇടയ്ക്ക് ക്ലാസ് കൊടുക്കണ്ടേ? അപ്പോൾ എൻ്റെ ടീമിലെ ടെക്നിക്കൽ അച്ചീവേഴ്സിന് ക്ലാസ് ഒക്കെ വയ്ക്കാൻ, അല്ലെങ്കിൽ ടെക്നിക്കൽ അച്ചീവേഴ്സിന് ഒരു ഞാൻ വിളിച്ചൊരു കോൺഫറൻസ് ഒക്കെ വയ്ക്കണമെങ്കിൽ, അപ്പൊ അതിന് കൂടാനും അവരുടെ ഫാമിലി ആയിട്ടൊക്കെ എൻജോയ്മെന്റ് ചെയ്യാനൊക്കെ ഇപ്പൊക്കെ ഞങ്ങൾ ടൂർ പോകുന്നുണ്ട്. കപ്പലിലൊക്കെ ടൂർ പോകുന്നുണ്ട്. നമ്മുടെ രാജൻ സാറ് കൊണ്ടുപോകാറുണ്ട്, ഞാൻ എൻ്റെ ടീമിനെ കൊണ്ടുപോകാറുണ്ട്, പലരും കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ കൊണ്ടുപോകുന്നത് ആലപ്പുഴ പോവും, അല്ലെങ്കിൽ എറണാകുളത്ത് പോവും. അവിടെ കിടക്കുന്ന ഏതെങ്കിലും ഷിപ്പിന് നമ്മൾ കാശ് കൊടുത്ത് വാടക കൊടുത്ത് അതിലാണ്ട് കയറി പോകും. അങ്ങനത്തെ ഒരു അവസ്ഥ വേണ്ട. എപ്പോ പോകണമെന്ന് വന്നാൽ നമ്മുടെ സാധനം കടലിൽ കിടക്കണമെങ്കിൽ നമുക്ക് അതിൽ എടുത്തിട്ട് പോയാൽ പോരെ? നമ്മുടെ ക്യാപ്റ്റനെ വിളിക്കുക, ക്യാപ്റ്റൻ വണ്ടി എടുക്കൂ പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോയാൽ അതിനുണ്ടാവും. അതിൻ്റെ അകത്ത് മീറ്റിംഗ് ഹോള്. സോ ഇത് പ്രൈവറ്റ് യാച്ചാണ്. കപ്പലെന്നൊന്നും പറഞ്ഞ് നമുക്ക് ഇതിനെ അപമാനിക്കാൻ പറ്റൂല. കാരണം ഇത് പ്രൈവറ്റ് ലക്ഷറി യാച്ചാണ്. ഏകദേശം ഒരു 80 കോടിയൊക്കെ വരും ഇതിന് വില. ഇങ്ങനെ ഒരു സാധനം സ്വന്തമായിട്ട് വേണം. ഇത് വേണം. അതിന് മുന്നായിട്ട് ഈ ഒരു കാറ് വാങ്ങിക്കണം. അത് ഇത് തന്നെ വാങ്ങിക്കുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾവോ XC90 എന്നാണ് ഇതിന്റെ മോഡലിന്റെ പേര്. ഇതേ സെയിം കളറ്. ഇപ്പൊ ഇതിന്റെ XC40 ഇപ്പൊ ഇലക്ട്രിക് ഇറങ്ങി. അപ്പൊ മിക്കവാറും ഇത് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സമയമാകുമ്പോഴേക്കും ഇതിന്റെ 90 ഇലക്ട്രിക് ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് എടുക്കും, അല്ലെങ്കിൽ ഡീസൽ തന്നെ എടുക്കും. കാരണം വോൾവോക്കാർ ഇപ്പൊ ഡീസൽ വണ്ടികൾ നിർത്തിപ്പോ. അവരിപ്പോ ഇലക്ട്രിക് വണ്ടിയാണ് മൊത്തം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം അവരുടെ ഡീസൽ വണ്ടികൾ നിർത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ നിർത്തി. അപ്പൊ ഉള്ള വണ്ടികളെ വിറ്റഴിക്കുന്നുള്ളൂ. പ്രൊഡക്ഷൻ ഡീസൽ വണ്ടി ഇല്ല ഇപ്പോ. അപ്പൊ മിക്കവാറും ഞാൻ എടുക്കുന്ന സമയമാകുമ്പോഴേക്കും എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ഒരു 2032 ആകുമ്പോഴേക്കാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് XC90 ഒക്കെ ഇലക്ട്രിക് കിട്ടും. അപ്പൊ നമ്മൾ ഇലക്ട്രിക് എടുക്കും. ഇലക്ട്രിക്കിന്റെ ഫോട്ടോ കിട്ടിയില്ല, അതുകൊണ്ടാണ് വെക്കാണ്ടിരുന്നത്. അതിന് മുമ്പായിട്ട് എനിക്കൊരു കാറ് വേണം. ഞാൻ ഇപ്പോൾ ഓൾറെഡി കാർ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഇടയിൽ എനിക്കൊരു കാറ് വേണം. അതാണ് ഈ കാറ്. ഈ കാറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഇലക്ട്രിക് ആണ്, 7 സീറ്റർ ആണ്. ഈ കാർ അങ്ങനെ കൂടുതൽ ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ കാറിന്റെ പേരിൽ തന്നെ ഡ്രീംസ് ഉണ്ട്. ഈ കാറിന്റെ BYD എന്നാണ് ഈ കാറിന്റെ പേര്. BYD BYD 7 സീറ്റർ, BYD 5 സീറ്റർ ഉണ്ട്, 7 സീറ്റർ ഉണ്ട്. ഇലക്ട്രിക് ആണ് ഇറങ്ങുന്നത്. XUV ആണ്. ഇതിന്റെ പേര് തന്നെ BYD എന്ന് പറഞ്ഞാലും അതിന്റെ ഫുൾ നെയിം ബിയോണ്ട് യുവർ ഡ്രീംസ് എന്നാ അതിന്റെ ഫുൾ നെയിം. സോ അതിൽ തന്നെ ഡ്രീം ഉണ്ട്. പിന്നെ ഈ വണ്ടിക്ക് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആണ്. എന്നാൽ കുറെ അധികം സൗകര്യങ്ങളും കുറെ ഫീച്ചേഴ്സും ഉണ്ട്. ഇലക്ട്രിക് വണ്ടിയാണ്, അങ്ങനെ ഒരു ഗുണമൂടിയുണ്ട്. സോ നമ്മൾ കാലം മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറണ്ടേ? എപ്പോഴും ഞാൻ ഡീസൽ എടുക്കുള്ളൂ, എന്നെ ചത്താലും ഞാൻ ഡീസൽ എടുക്കുള്ളൂ പറഞ്ഞാൽ ശരിയാവാ? ഇപ്പൊ എല്ലാ വണ്ടികളും ഇലക്ട്രിക്കിലേക്കും ഇതിലേക്കും മാറിക്കൊണ്ടിരിക്കുക. സോ അതിൻ്റെ നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. ഞാനിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാറ് CNG ആ. അപ്പോ അങ്ങനെ നമ്മൾ എപ്പോഴും ചേഞ്ചസ് വരണം. ഇതൊക്കെ എന്റെ ഇമോഷണൽ ഡ്രീംസുകളാ. ഇനി ഇതൊക്കെ നമ്മള് പറ്റുമോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇമോഷൻ ഡ്രീം കണ്ടാൽ വല്ലതും നടക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നടക്കും.
കാരണം എൻ്റെ ഒരു 6 വർഷമായിട്ടുള്ള ഒരു ഇമോഷൻ ഡ്രീമാണ് ഈ ഇരിക്കുന്നത്. ഈ കാണുന്ന സംഭവം 6 വർഷമായിട്ടുള്ള ഒരു ഇമോഷൻ ഡ്രീമാണ്. ഇപ്പൊ ഇത് എൻ്റെ കയ്യിലുണ്ട്. ജസ്റ്റ് 7 ദിവസമായിട്ടുള്ളൂ ഞാൻ അത് വാങ്ങിച്ചിട്ട്. ഓക്കെ, 7 ദിവസമായിട്ടുള്ളൂ. കറക്റ്റ് 7 ദിവസം ഇപ്പൊ എൻ്റെ കയ്യിൽ ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ക്യാമറയിൽ ഇപ്പൊ കാണിച്ചു തരാം. യെസ്, ഓക്കെ. ഇമോഷൻ ഡ്രീമാ, 6 വർഷമായിട്ടുള്ള എൻ്റെ ഇമോഷൻ ഡ്രീമാ. 6 വർഷമായിട്ടും ആ ഡ്രീമിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ഇമോഷൻ ഡ്രീമായി മാത്രമേ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് 2024 ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അത് കറക്റ്റ്, അത് അങ്ങനെ തന്നെ എടുക്കാൻ പറ്റി. 2019 RCMൽ വന്ന സമയത്ത് തന്നെ, ഫസ്റ്റ് വന്ന് RCMൽ വന്നപ്പോ തന്നെ ഞാൻ ആദ്യം നേടിയെടുത്ത ഇമോഷൻ ഡ്രീമാണിത്. കാരണം 2019 എനിക്ക് ഇപ്പോ ഏകദേശം 5 വർഷമായില്ലേ. എനിക്ക് ഏകദേശം 25 വയസ്സ്. ഞാൻ 18ാമത്തെ വയസ്സിൽ ലൈസൻസ് എടുത്ത അന്ന് മുതൽ ഈ ഒരു വണ്ടി വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്ന ആളാണ്. പക്ഷെ അന്ന് എൻ്റെ സാമ്പത്തികം എന്നെ സംഭവിച്ചില്ല, പല കാരണങ്ങളും എന്നെ സംഭവിച്ചില്ല. അന്ന് എനിക്കൊരു ഡിയോ ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു ഡ്രീം എൻ്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് അതിനുവേണ്ടി ഇങ്ങനെ നടന്നു. എങ്ങനെ വാങ്ങിച്ചെടുക്കും, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കൊണ്ട് ഇത് വാങ്ങിക്കാൻ പറ്റില്ലോ, എങ്ങനെ വാങ്ങിക്കുന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു എപ്പോഴും. പക്ഷെ RCM എനിക്കത് വെറും 6-7 മാസം കൊണ്ട് സാധിപ്പിച്ചു തന്നു. ഞാൻ RCMലേക്ക് വന്ന് 2019 ഞാൻ RCMലേക്ക് സീരിയസ് ആയിട്ട് വരുന്നത്. RCMലേക്ക് ഞാൻ ജസ്റ്റ് RCM ഏറ്റെടുത്ത് എൻ്റെ അമ്മയിൽ നിന്നും ഏറ്റെടുത്ത് തുടങ്ങി. ജസ്റ്റ് ഒരു 6 to 7 months എടുത്തുള്ളൂ എനിക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാൻ പറ്റി. എൻ്റെ ഇമോഷൻ ഡ്രീം ഞാൻ ആദ്യം അച്ചീവ് ചെയ്ത ഇമോഷൻ ഡ്രീം ഇതാ. പിന്നീട് ഒരുപാട് അച്ചീവ് ചെയ്തു. അതൊന്നും ഫോട്ടോസ് ഒന്നും കാണിക്കുന്നില്ല, കാരണം നമുക്ക് എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല. പിന്നെ ഇപ്പോ എന്താ പറയാ, യോൺ കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ CNG കാർ വാങ്ങിച്ചു. ഓൾറെഡി ഉണ്ടായിരുന്ന കാർ ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് RCMലൂടെ തന്നെ വേറെ വണ്ടി എടുത്തു. ഏറ്റവും ഹൈ എൻഡ് മോഡല് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ടാബ് ഉപയോഗിക്കുന്നുണ്ട്. വാച്ച് കളക്ഷൻസ് 4 വാച്ച് കളക്ഷൻസ് ഉണ്ട് ഇപ്പോ. ഈ വിലയുടെ, ഈ പ്രൈസ് റേഞ്ചിന്റെ ഇടയിൽ ഇരിക്കുന്ന വാച്ചുകളുണ്ട്. ഇതൊക്കെ ചെറുതാണ്, ഞാൻ നേരത്തെ കാണിച്ച വാച്ചിന്റെ വിലയൊന്നും ആയിട്ടില്ല ഇപ്പോ. പക്ഷെ അതൊക്കെ വാങ്ങിക്കും. പക്ഷെ പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴേ ചെറിയ ചെറിയ രീതിയിൽ വാച്ച് കളക്ഷൻസ് ഉണ്ട്. 4 വാച്ചസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാരും ഒരു ദിവസം കെട്ടിട്ടല്ല, പക്ഷെ എല്ലാവരും അതിൻ്റെതായ രീതിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി കെട്ടിക്കൊണ്ടിരിക്കും. സോ നമ്മളുടെ ഇതിപ്പോ ഇമോഷൻ ഡ്രീമുകൾ അച്ചീവ് ചെയ്തതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ കുറെ ഉണ്ട്. ഇതൊക്കെ എല്ലാരും പറയാന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് പറയാൻ മാത്രം സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ഇമോഷൻ ഡ്രീമിന്റെ ആവശ്യകത. ഞാൻ പറഞ്ഞതാണ്. അതിന് ചെയ്തു കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതിനുള്ള എക്സാമ്പിൾ കൂടി കാണിച്ചതാണ്. അപ്പോ ഇന്നത്തെ കാര്യം, നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യം എന്തായിരുന്നു, ഈ ബിസിനസ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്താനും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലെ. അത് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ ബിസിനസ് ഡിമാൻഡിൽ മാറ്റം വരുത്തണം, ചേഞ്ചസ് വരുത്തണം. ഇനിയിപ്പോ അത് എന്തൊക്കെ വരുത്തണ്ട, അതിനുവേണ്ടി ഞാനിപ്പോ എന്തിട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവാം. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോ. കാരണം എന്ത് മാറ്റങ്ങളെ കൊണ്ടുവരണ്ടേ, എങ്ങനെയാണ് പഠിക്കേണ്ടേ എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് ഞങ്ങളിപ്പോ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാമിന്റെ പേരാണ് റൈസ് ലൈക്ക് എ ഫിനിക്സ്. ഇത് ബാച്ച് 1 തുടങ്ങിയതാണ്. ഇന്ന് ബാച്ച് 3 ആയി. ഇന്നലെ ആയിരുന്നു ബാച്ച് 3യുടെ സ്റ്റാർട്ടിങ്. ഫസ്റ്റ് സീരീസ് തുടങ്ങിയത് ഇന്നലെയാണ്. ബാച്ച് 1ഉം ബാച്ച് 2ഉം ഈ മാസങ്ങളിൽ നടക്കുന്ന ഡേറ്റ് ആണ് ഞാൻ അതിൽ എഴുതിയിരിക്കുന്നത്. തൃശ്ശൂർ 10-ാം തീയതി, കൊടുങ്ങല്ലൂർ 12-ാം തീയതി. ബാച്ച് 1ന്റെ 10ാമത്തെ സീരീസ് നടക്കാൻ പോകുന്നത്. വലിയൊരു എന്താ പറയാ, നമ്മളൊരു ചെറിയൊരു തുടക്കം കുറിച്ചിട്ടതാണ്. പക്ഷെ അത് ഇന്ന് ആളിക്കത്തി പല സ്ഥലങ്ങളിലേക്ക് പകർന്നു പോയി. ഇപ്പൊ ബാച്ച് 4ന് വേണ്ടിയുള്ള ഒരു ഇൻവിറ്റേഷൻ വന്നിരിക്കുകയാണ്. ബാച്ച് 4നും 5നുള്ള ഇൻവിറ്റേഷൻ വന്നിരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഡേറ്റ് ഒരുപോലെ ഫ്രീ ആയിട്ട് വരുന്ന ദിവസങ്ങളാണ് ഞങ്ങൾ പ്രോഗ്രാം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചയിലാണത്. പക്ഷെ പങ്കെടുക്കുന്നവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ ഇന്നലെ ആലുവയിൽ പങ്കെടുത്ത ആളുകളും പറഞ്ഞ കാര്യം, ഇത് കുറച്ച് മുന്നേ ഞങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു എന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പേര് തന്നെ സജസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ ഇഷ്ടത്തിനിട്ട പേരല്ല. ഇത് ടൈഗർ സന്തോഷ് സാർ നമ്മുടെ എല്ലാവരുടെയും ഗാമോ റെസ്റ്റോറന്റ് പ്രോഗ്രാമിന് വന്നില്ലേ, അദ്ദേഹമാണ് ഈ പേര് ഞാൻ കിട്ടുന്നത്.
ടൈഗർ സന്തോഷ് സാറ്. അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തത്. അദ്ദേഹമായിട്ട് ഒരു 20 മിനിറ്റ് സംസാരിക്കാനുള്ള ഒരു അവസരം മൂർത്തി സാറും ഗിരീഷ് സാറും എനിക്ക് ഉണ്ടാക്കി തന്നു. അപ്പൊ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോഴാണ് സാറ് പറഞ്ഞത് എന്താ പേരിട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ ഞങ്ങൾ ഫിനിക്സ് എന്നാണ് ഒരു പേരിട്ടിരിക്കുന്നത്, അതിനൊരു സാറിൻ്റെതായ സജഷൻ ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പൊ സാറ് സംസാരിച്ച് സാറ് പറഞ്ഞു എൻ്റെ ഒരു സജഷനിൽ നിങ്ങൾ ഇങ്ങനെ പേരാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നിങ്ങൾ ഇങ്ങനെ പേരാക്കിയത്. സോ ആ പേരാക്കിയതിന് ശേഷം പിന്നെ അവിടെ നിന്ന് വെച്ചടി കയറ്റായിരുന്നു. അന്ന് ബാച്ച് 1 മാത്രം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ബാച്ച് 2 ആയി, ഇപ്പൊ ബാച്ച് 3 ആയി. സോ അതൊരു ഇതാണ്. അപ്പൊ ഇതുപോലെ ഇത് ഒരു ടീമിന് മാത്രമല്ല, ഇപ്പൊ അർജുൻ സാറിന്റെയും എന്റെയും ടീമിന് വേണ്ടിയല്ല ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്, എല്ലാവർക്കും പങ്കെടുക്കാന്നാണ്. ഇപ്പോ മലപ്പുറത്ത് നിന്ന് വരുന്നുണ്ട് ആളുകൾ, കോഴിക്കോട് നിന്ന് ഷൈമോടത്തിന്റെ ടീമിൽ 1-2 പേര് വരുന്നുണ്ട്, അങ്ങനെ കുറെ പേര് പല സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് എന്താ വേണ്ടത്? ട്രെയിനിങ്സ് ആണ് വേണ്ടത്. ട്രെയിനിങ്സിന് നമ്മൾ പഠിച്ചെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടത്. ഇനി ഇൻഡെപ്ത് നോളജ് വേണമെങ്കിലാണ് ഞങ്ങൾ സഹായിക്കുന്നു പറഞ്ഞത്. ഇനി സിസ്റ്റം അനുസരിച്ച് വർക്ക് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ ഈ ബിസിനസ്സിൽ പല ആളുകളും ഈ ബിസിനസ്സിനെ കാണുന്നത് ലോട്ടറി ടിക്കറ്റ് ആയിട്ടാണ്. ആർസിഎം ബിസിനസ്സിനെ കാണുന്നത്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിനെ കാണുന്നത് ലോട്ടറി ടിക്കറ്റ് ആയിട്ടാണ്. ലോട്ടറി ടിക്കറ്റ് ആയിട്ട് ആർസിഎമ്മിനെ കാണുന്നത്. കാരണം ജസ്റ്റ് ജോയിൻ ചെയ്തു, പർച്ചേസ് ചെയ്തു, വെറുതെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ല, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ലോട്ടറി വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ പിന്നെ നമ്മൾ വല്ലതും ചെയ്യണ്ട. പിന്നെ പ്രൈസ് വരുന്നത് നമ്മൾ നോക്കിയിരിക്കും, വൈകുന്നേരം 3 മണിക്ക് റിസൾട്ട് വരുന്നത് നോക്കിയിരിക്കും അല്ലെ. അങ്ങനെ ആർസിഎമ്മിന് നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. ആർസിഎമ്മിൽ ലോട്ടറി ടിക്കറ്റിനെ പോലെ ആർസിഎമ്മിനെ കാണരുത്. സിസ്റ്റം അനുസരിച്ച് പോകണമെങ്കിൽ ലോട്ടറി ടിക്കറ്റ് ആയിട്ട് കാണാതെ അതിനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആഗ്രഹത്തോട് കൂടി പ്രവർത്തിക്കണം. ഇനി ചില ആളുകൾ ആർസിഎമ്മിനെ കാണുന്നത് ഗോൾഡൻ ഡക്കിന്റെ മാതിരിയാണ്. നമ്മൾ കഥ കേട്ടിട്ടില്ലേ ഗോൾഡൻ ഡക്കിന്റെ? സ്വർണ്ണ മുട്ട എന്താ പറയാ, സ്വർണത്തിന്റെ മുട്ടയിടുന്ന താറാവിന്റെ കഥ കേട്ടിട്ടില്ലേ? എന്നിട്ട് അയാൾ എന്ത് ചെയ്തേ? കുറച്ച് കഴിയുമ്പോ ആ താറാവിനെ കൊന്നു. എന്തിനാ? കുറെ മുട്ട കിട്ടാൻ വേണ്ടി. എന്ത് വിലയും കിട്ടിയാ? ഇല്ല. ആർസിഎമ്മിൽ വന്നിട്ട് ഇങ്ങനെയും ചെയ്യാൻ പാടില്ല. എന്താ പറയാ, എന്താ പറയാ, ഇത് നമ്മുടെ നാട്ടിലത്തെ മലയാളത്തിൽ നാട്ടുഭാഷയിൽ പറയുകയാണെങ്കിൽ ആക്രാന്തം കാണിച്ച് താറാവിനെ കൊന്നിട്ട് എന്തുണ്ടായി? ഒന്നും കിട്ടിയില്ല. താറാവ് ചത്ത് മൂവ് ചെയ്ത് മുട്ടയൊന്നും കിട്ടിയില്ല. അതിന് അങ്ങനെ ആവാനും പാടില്ല. അപ്പോ അങ്ങനെ ആവാനും പാടില്ല. ഇനി ഇതിൽ നിന്ന് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മളിതിനെ താറാവ് മുട്ട തരുന്നു പറഞ്ഞിട്ട് അതിനെ കൂട്ടിലിട്ട് വെച്ചേക്ക. കൂട്ടിലിട്ട് വെച്ചോണ്ട് കാര്യമില്ല. അതിനെ പുറത്തിറക്കണം, അതിനെ പുറത്തൊക്കെ ഒന്ന് സഞ്ചരിക്കാനുള്ള അനുവാദം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, കെയർ ചെയ്യണം, ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ എന്തുണ്ടാവും? ഭക്ഷണം കിട്ടാതെ താറാവ് ചത്തുപോകും. അങ്ങനെയും വരും. അപ്പൊ ആർസിഎം ബിസിനസ് ഗോൾഡൻ ഡെക്കായിട്ട് നമ്മൾ ആർസിഎം ബിസിനസിനെ കാണുകയാണെങ്കിൽ ഭക്ഷണം എന്ത് കൊടുക്കണം? ഭക്ഷണം കൊടുക്കേണ്ടത് നല്ല ട്രെയിനിങ്, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങള്, സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും മിക്സ് ചെയ്ത് കൊണ്ടുവന്നത്, നമ്മൾക്ക് നമ്മളുടേതിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങള്, നമ്മുടെ ലക്ഷ്യങ്ങള്, ഇതൊക്കെയാണ് നമ്മുടെ ഭക്ഷണങ്ങള്. ഈ ഭക്ഷണം കൃത്യമായി വിളമ്പിയില്ലെങ്കിൽ എങ്ങനെയുണ്ടാവും? ഇപ്പൊ എന്റെ അടുത്തൊരു ഇതാണ്, ഈ ഒരു നെക്സ്റ്റ് ഇയറിൽ ഞാൻ എന്റെ കോച്ചിനെ ഡയമണ്ട് എന്ന് വിളിക്കുന്നത്. ഏഹ് ഡയമണ്ട് എന്നാണ് ഞാൻ വിളിക്കുക. ഡയമണ്ടിന് ഒരു ഡയമണ്ട് വേണ്ടേ? അടുത്തൊരു ഇമോഷൻ ഡ്രീം അതാ. ഐഫോൺ സ്വന്തമാക്കി ഇപ്പൊ അടുത്ത ഇമോഷൻ ഡ്രീം ഇപ്പൊ അതാ. നെക്സ്റ്റ് ബർത്ത്ഡേക്ക് ഒരു ഡയമണ്ട്. ഡയമണ്ടിന് ഒരു ഡയമണ്ട് ഇരിക്കട്ടെ. അല്ലെ, പൂച്ചയ്ക്ക് ആരും പണിയാ, പൂച്ചയ്ക്ക് ഒരു പൊന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും പറയൂലേ? അങ്ങനെ ഒരു പൊന്നിരിക്കട്ടെ. അപ്പൊ ഇത് നമ്മൾ അത് നേടിയെടുക്കാൻ ഇപ്പൊ അടുത്തൊരു നമ്മുടെ ശ്രദ്ധ പോയിക്കൊണ്ടിരിക്കണം, ഫോക്കസ് അവിടേക്കാ. അപ്പൊ അതിനൊക്കെ ഇങ്ങനെ കുറച്ചുകൂടി വരുമാനം കൂടണം. അപ്പൊ അതിന് വരുമാനം കൂട്ടാനുള്ള വഴിയാണ് ഇനി അത് നോക്കണേ. അപ്പൊ എന്താ, നമുക്ക് അടുത്ത പൊസിഷൻ അവിടേക്ക് എത്തണമെങ്കിൽ നമ്മൾ അടുത്ത വരുമാനം കൂട്ടണം എന്നുള്ള ചിന്ത വരും. അതിനു വേണ്ടിയുള്ള പ്രവർത്തനം തുടങ്ങും. നമ്മൾ വെറുതെ ഇരിക്കില്ല. അപ്പൊ ചുമ്മാ ഇരിക്കില്ല, എപ്പോഴും ഭക്ഷണം കൊടുക്കാനും കെയർ ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോ ആർസിഎം ബിസിനസിനെ നമ്മൾ ആ രീതിയിൽ കണക്ട് ചെയ്താലാ. കാരണം ഇത് ഇമോഷണൽ ഡ്രീം വന്നാൽ അവിടെ നിന്നാണ് ഇതിനൊക്കെ കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അല്ലെങ്കിൽ പല സമയങ്ങളിൽ നമുക്ക് പലതായിട്ട് തോന്നി നിർത്തിപ്പോവാൻ തോന്നും. ഇനി ഇതിനൊക്കെ നമുക്ക് സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് കൺസിസ്റ്റൻസി. നമ്മുടെ കൺസിസ്റ്റൻസി പ്ലാൻ. ആർസിഎം നമുക്ക് തന്നിരിക്കുന്ന കൺസിസ്റ്റൻസി പ്ലാൻ. ഈ കൺസിസ്റ്റൻസി പ്ലാനിനെ നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഇത് മതി നമുക്ക് എല്ലാ തരത്തിലുള്ള വിജയങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ. ഓക്കെ. ഇപ്പൊ കൺസിസ്റ്റൻസി പ്ലാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നോർമലി നമുക്കറിയുന്ന ഫ്രീ പോട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? 100 ബേബി, ഈ ഒരു കണക്ക് എല്ലാവർക്കും അറിയാം. ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം ഇതിനെ കുറിച്ച് വിശദീകരിച്ച് ഇഷ്ടം പോലെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്.
അപ്പൊ നമ്മളിതില് ഈ ഒരു സ്ലാബുകളിൽ ഏതെങ്കിലും ഒരു സ്ലാബുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയാലും അതുപോലെ തന്നെ നമ്മുടെ ടീമിൽ ഓരോ സ്ലാബുകളിലും കുറച്ച് ആളുകളെ ക്രിയേറ്റ് ചെയ്താലും ഒക്കെ നമുക്ക് എന്താ ഉണ്ടാവണേ, ടീം വർക്ക് നടക്കും, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 6 മാസത്തേക്ക് നിലനിൽപ്പുള്ള ഒരു ബിസിനസ് വരും, ഒക്കെ നടക്കും. ശരിയല്ലേ? അതിനുവേണ്ടിയാണ് കമ്പനി കൺസിസ്റ്റൻസി വെച്ചിരിക്കുന്നത്. ഇനി കൺസിസ്റ്റൻസി നമുക്ക് ടാർഗറ്റ് നമുക്ക് കീസോണിനും ഗാമയ്ക്കും ഉണ്ട്, അവരും നമുക്ക് തരുന്നുണ്ട്. പക്ഷെ അവരുടെ ഇതെന്ന് വെച്ചാൽ നമുക്ക് 5000 PV വരുള്ളൂ. നമുക്ക് ആ കൺസിസ്റ്റൻസി 5000 PVക്ക് 5000 രൂപയുടെ പോട്ട് ആർസിയും തരും, 5000 രൂപ പോട്ട് കീസോളിനെ ഗാമ തരും, 10000 രൂപയുടെ പോട്ട് കിട്ടും. ആ ഒരു ലെവൽ വരെ നമുക്ക് കൺസിസ്റ്റൻസി ഈ കാറ്റഗറി തരുന്നുള്ളൂ, കീസോളും ഗാമയും തരുന്നുള്ളൂ. പക്ഷെ ന്യൂട്രി ചാർജ് അങ്ങനെയല്ല. ന്യൂട്രി ചാർജ് 10000, 25000, 50000 പേര് തരുന്നുണ്ട്, എക്സ്ട്രാ ക്യാഷ് അവാർഡ് തരുന്നുണ്ട് ന്യൂട്രി ചാർജ്. ഇതൊക്കെ നമുക്ക് തുടങ്ങാനുള്ള അവസരം ഈ സെപ്റ്റംബർ 30 വരെ തുടങ്ങാനുള്ള അവസരമുണ്ട്. എന്നുവെച്ചാൽ ഈ ഒരു ടാർഗറ്റ് ഞാൻ ചെയ്തു തുടങ്ങിയിട്ടില്ല, ചെയ്തു തുടങ്ങാനുള്ള അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സെപ്റ്റംബർ 30 വരെ തന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ചെയ്യാം അല്ലെ? ന്യൂട്രി ചാർജ് നമുക്ക് ഡബിൾ തമാന തരുന്നത്. അപ്പൊ കീസോളും കാമിയും ഡബിൾ തമാനാണ്, ന്യൂട്രി ചാർജും ഡബിൾ തമാനാണ്. പക്ഷെ ന്യൂട്രി ചാർജ് ഡബിൾ തമാന്റെ ഒപ്പം ക്യാഷും കൂടിയും ഡബിൾ ആണ് തരുന്നത്. ക്യാഷും വേറെ എക്സ്ട്രാ തരുന്നുണ്ട്. ഇനി ഇതിന് പുറമെ ന്യൂട്രി ചാർജ് കഴിഞ്ഞ വർഷം ഏപ്രിൽ 2023 സെപ്റ്റംബർ 2023 ഇടയിൽ ആക്റ്റീവ് ആയിട്ടിരുന്ന ആളുകൾക്കൊക്കെ എക്സിസ്റ്റിംഗ് അസോസിയേറ്റ് ബയേഴ്സിന് ന്യൂട്രി ചാർജ് ഒരു അപ്ഗ്രേഡഡ് പ്ലാൻ കൊടുത്തിട്ടുണ്ട്, ക്യാഷ് അവാർഡ് അപ്ഗ്രേഡഡ് പ്ലാൻ കൊടുത്തിട്ടുണ്ട്. അപ്ഗ്രേഡഡ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തിലെ 2023 ഏപ്രിൽ ടു 2023 സെപ്റ്റംബറിനുള്ളിൽ വന്നിരിക്കുന്ന ടോട്ടൽ ന്യൂട്രി ചാർജ് പർച്ചേസ്, ആ ന്യൂട്രി ചാർജ് പർച്ചേസിൽ നിന്നും 25% ഗ്രോത്ത് അല്ലെങ്കിൽ ബേസ് ടാർഗറ്റ് ആയിട്ടുള്ള 80000 PV ഈ ഒരു 6 മാസം നിങ്ങൾക്ക് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യാം. കാരണം സെപ്റ്റംബറിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. ഈ മാസം 10000 PV ചെയ്തു പോവുകയാണെങ്കിൽ പോലും 6 മാസം കൊണ്ട് 80000 അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ടാർഗറ്റിന്റെ 25% ഗ്രോത്തോ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂട്രി ചാർജ് എക്സ്ട്രാ ഒരു 2000 രൂപയും ക്യാഷ് വരും. എന്നുവെച്ചാൽ ഓൾറെഡി ന്യൂട്രി ചാർജ് 5000 തരുന്നുണ്ട് കൺസിസ്റ്റൻസിക്ക്, RC 3000 കൊടുക്കുന്നുണ്ട്, പ്ലസ് ഒരു 2000 കൂടി ന്യൂട്രി ചാർജ് തരും. അങ്ങനെ 10000 രൂപയുടെ ക്യാഷ് കിട്ടുന്ന അവസരമുണ്ട്. 10000 രൂപയുടെ പോട്ടും കിട്ടും, 10000 രൂപ ക്യാഷും കിട്ടും. ഇങ്ങനെ ഒരു അവസരമുണ്ട്. ഇത് എത്ര പേർക്ക് അറിയുന്നെങ്കിൽ അറിയില്ല. അതുപോലെ 25000 PVയിലും ഇങ്ങനെ തന്നെ ഈ കാണിച്ചിരിക്കുന്ന ഗ്രോത്ത് അല്ലെങ്കിൽ 25% ഗ്രോത്ത് അല്ലെങ്കിൽ ആ 2 ലക്ഷം PV എന്ന ലെവലിലേക്ക് 6 മാസം കൊണ്ട് വരണം. ഇപ്പൊ ഈ മാസം തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ ജൂൺ മാസമാണ്. ഇപ്പൊ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആകുമ്പോൾ 6 മാസവും. 6 മാസം കൊണ്ട് നമ്മളിത് എത്തിച്ചാൽ മതി. പക്ഷെ എല്ലാ മാസം 25000 ചെയ്യണം. എന്നാൽ ടോട്ടൽ കണക്ക് കൂട്ടുമ്പോൾ 2 ലക്ഷമോ അല്ലെങ്കിൽ 25% ഗ്രോത്തോ. അപ്പൊ 25% ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെയാ? കഴിഞ്ഞ വർഷത്തിലെ ഇതിനെ കണക്കെടുത്തതാണ്. ഓക്കെ. ഇനി 50000 PVക്ക് അങ്ങനെ തന്നെ, 75000 PV അങ്ങനെ തന്നെ. ഇതിനൊക്കെ എക്സ്ട്രാ ക്യാഷ് അവാർഡ് അപ്ഗ്രേഡഡ് പ്ലാനേഴ്സ് ന്യൂട്രി ചാർജ് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ വളരെ വിശദമായ ഒരു സെഷൻ RCM യൂത്ത് ഐക്കൺ ചാനലില് ഫെബ്രുവരി മാസത്തില് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തിൽ പോസ്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഏപ്രിൽ മാസത്തില് RCM യൂത്ത് ഐക്കൺ ചാനൽ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആ ചാനലില് ഏപ്രിൽ 25 ആയിട്ട് ഇങ്ങനെ ഇതേ ഫോട്ടോ തന്നെ വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണും. യൂട്യൂബിൽ ഇഷ്ടം പോലെ വരുന്ന പ്ലാനുകളെ കുറിച്ചിട്ട് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. ഞാൻ മാത്രമല്ല, പല വീഡിയോസ് ഇടുന്നുണ്ട്. നമ്മൾ ആ വീഡിയോ വിശദമായി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാ പറഞ്ഞത്. കാൽക്കുലേഷൻ അടക്കമാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ യൂട്യൂബിൽ. സോ കാൽക്കുലേഷൻ അടക്കം നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മുടെ ലീഡേഴ്സിനോട് ഡൗട്ടുകൾ നോക്കി, നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയും കാണില്ല, ക്ലാസ്സും കേൾക്കില്ല, ഒന്നും ചെയ്യാതെ നമ്മൾ ഡൗട്ട് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ? അത് ഒരു കാര്യം. ഇനി ഗുഡ് ഔട്ട് തന്നിരിക്കുന്നത് എന്താ? ഗുഡ് ഔട്ട് ടോപ്പ് 500 അസോസിയേറ്റ് ബയേഴ്സിന് ഒരു അവസരം, നമ്മളുടെ ഗുഡ് ഔട്ടിന്റെ സർട്ടിഫിക്കറ്റും ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു അവസരം. പ്രോഗ്രാം നടക്കുന്നത് ജൂലൈയിലാണ്. കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, കോട്ടയം, തിരുവനന്തപുരം ഇവിടെയൊക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ടാവും. ഏപ്രിൽ, മെയ്, ജൂൺ, ഇതിപ്പോ ജൂൺ മാസം അല്ലെ? ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസത്തെ കമ്പൈൻ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഗുഡ് ഔട്ട് പർച്ചേസ് വരുന്ന 500 പേർക്കാണ് പ്രോഗ്രാം, അവര് പ്രോഗ്രാമിൽ ഈ റെക്കഗ്നേഷനും മറ്റൊക്കെയാണ് കൊടുക്കുന്നത്. ഇനി അതിൽ തന്നെ കാറ്റഗറി തിരിച്ച് ഓരോരോ പ്രൊഡക്റ്റിലും
ടോപ്പ് 10 അസോസിയേറ്റ് ബയേഴ്സിനും അവർ റെക്കഗ്നേഷൻ കൊടുക്കുന്നുണ്ട്. ടോപ്പ് 10 അസോസിയേറ്റ് ബയേഴ്സിനും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മാസം ഗുഡ് ഔട്ട് മന്ത് ആയിട്ടാണ് നമ്മളിവിടെ ഡോക്ടർ ആൻസാറൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗുഡ് ഔട്ട് മന്ത് ആണ്. ഞങ്ങൾക്കിവിടെ ഗുഡ് ഔട്ട് മന്ത്. അതുകൊണ്ട് എല്ലാ ദിവസവും ഗുഡ് ഔട്ട്, എല്ലാ ദിവസവും സെയിലിന് പോകുമ്പോഴും ഗുഡ് ഔട്ട്, വീട്ടിലും ഗുഡ് ഔട്ട്. അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു ഒരു മുദ്രാവാക്യം എന്നാണ് രാജൻ സാറ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിനാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ടാർഗറ്റ് നമുക്ക് ഗുഡ് ഔട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഏപ്രിൽ മെയ് ജൂൺ 3 മാസത്തെ കമ്പൈൻ ചെയ്തിട്ടാ നമുക്ക് ടാർഗറ്റ് വരുന്നത്. ഇനി തുളസി പെയിന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന തുളസി പെയിന് നമുക്ക് കൺസിസ്റ്റൻസി നമുക്ക് ഓൾറെഡി നമുക്ക് പറഞ്ഞിട്ട് കൺസിസ്റ്റൻസിയിൽ വരുന്നില്ല. പക്ഷെ 5% എക്സ്ട്രാ 6% എക്സ്ട്രാ ഇൻസെന്റീവ് 5000 BVക്ക് മുകളിൽ എത്ര പർച്ചേസ് ആയാലും 6% എക്സ്ട്രാ ഇൻസെന്റീവ് എല്ലാ മാസവും തുളസി പെയിന് തരുന്നുണ്ട്. ഇത് കൺസിസ്റ്റൻസിയിൽ പെടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കൺസിസ്റ്റൻസിയിൽ പെടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി ന്യൂട്രിചാർ റിഫ്രഷണർ നമ്മൾ ആരും ഉപയോഗിക്കാത്തവരില്ല, എല്ലാവരും ഉപയോഗിക്കുന്നവരാ അല്ലെ. ന്യൂട്രിചാർ റിഫ്രഷണർ ടീഷർട്ടിന്റെ ഒരു ഓഫർ നമുക്ക് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. അത് നമുക്ക് ഈ മാസം കൂടി തന്നിട്ടുണ്ട്. വെച്ചാൽ ഈ മാസം 1-ാം തീയതിക്കും 30-ാം തീയതിക്കും ഉള്ളിലും 60 പീസ് ചെയ്യുന്ന ആളുകൾക്കും ടീഷർട്ടിനുള്ള അർഹതയുണ്ട്. പക്ഷെ മറ്റൊരു കാര്യം, കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ഐഡിയിൽ 60 പീസ് ചെയ്തു. ഈ മാസം ഞാൻ എൻ്റെ ഐഡിയിൽ 60 പീസ് ചെയ്താൽ എനിക്ക് 2 ടീഷർട്ട് കിട്ടില്ല. അങ്ങനെ നമുക്ക് ഒരു ഐഡിയിൽ ഒരു ബെനിഫിറ്റ് അല്ലേ തരാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ എന്ത് ചെയ്യാ, ഞാൻ എൻ്റെ വീട്ടിൽ വേറെ ആരെങ്കിലും പേരിൽ ഐഡി ഉണ്ടെങ്കിൽ ആ ഐഡിയിൽ 60 ഈ മാസം ചെയ്യാം. അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പൊ ന്യൂട്രിചാർ റിഫ്രഷണർ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒന്നുകൂടി നമുക്ക് തന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഈ മാസം ചെയ്യാനുള്ള അവസരം തന്നിട്ടുണ്ട്. ഇനി ഇത് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നതാണ്, കഴിഞ്ഞു പോയതാണ്. ഇതിന്റെ ടാർഗറ്റിലേക്ക് കടക്കാനുള്ള എൻട്രി കഴിഞ്ഞു പോയതാണ്. പക്ഷെ ഇതൊന്ന് ഓർമ്മപ്പെടുത്തലാണ്, റിമൈൻഡിങ് ആണ്. ആരെ? വണ്ടർ വേൾഡ് കുക്ക് PUC ഇവരെ നമുക്കൊന്ന് റിമൈൻഡ് ചെയ്യണം. കാരണം നമ്മുടെ PUCകളിലും ഷോപ്പുകളിലും ഒക്കെ ഈ ടാർഗറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അവരെ അവരുടേതായ ബാലൻസ് ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കാൻ നമ്മൾ ഓർമ്മിപ്പിക്കണം. നമ്മൾ ലീഡേഴ്സ് നമ്മൾ ഓർമ്മിപ്പിക്കണം. എന്തിനുള്ളത്? അവർക്ക് ടീഷർട്ട്, വിസി കൂളർ അല്ലെങ്കിൽ ചില്ലർ ഇതൊക്കെ കിട്ടാനുള്ള ഒരു അവസരമാണ്. അപ്പൊ ആ അവസരം നമ്മൾ കളയാതെ അവരെ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. ഓക്കെ, റിമൈൻഡ് ചെയ്യിപ്പിക്കാം. ഇനി നമുക്കറിയാം കൺസിസ്റ്റൻസിയിലും നമ്മുടെ ഗ്രോത്ത് ബോണസിലും ഒക്കെ ഒരു എന്ത് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് അമെന്റ്മെന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ കുറിച്ച് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്, ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഇത് ഫെബ്രുവരി മാസം യൂട്യൂബിൽ RCM യൂത്ത് ഐക്കൺ എന്ന് പറഞ്ഞ യൂട്യൂബിൽ ചാനലിൽ അപ്ഡേറ്റഡ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇതേ ഫോട്ടോ വെച്ചിട്ട്, ഇതായിട്ട് തമ്പനയിലാ ഇതേ ഫോട്ടോ വെച്ചിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ജസ്റ്റ് 30 മിനിറ്റൊക്കെയുള്ള ആ വീഡിയോ ഉള്ളൂ. നമ്മളതൊന്ന് വളരെ ശ്രദ്ധാപൂർവം കേട്ട് എഴുതിയെടുത്താൽ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് കൺസിസ്റ്റൻസിയിലെ ഗ്രോത്ത് ബോണസ് എങ്ങനെ ഗ്രോത്ത് കിട്ടുന്നത്, ഗ്രോത്ത് കാൽക്കുലേഷൻ ചെയ്യുന്നത് എങ്ങനെ, പലർക്കും കാൽക്കുലേഷൻ അറിയില്ല. എങ്ങനെയാ കൺസിസ്റ്റൻസി കാൽക്കുലേഷൻ ചെയ്യുന്നത് അറിയില്ല. ഇപ്പൊ ഈ മാസം വരും, ഒരുപാട് വിളി വരും, എനിക്കറിയാം, ഉറപ്പാ. ഞാൻ വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങൾ ആ യൂട്യൂബിൽ കയറിയിട്ട് ആദ്യം ആ വീഡിയോ കേൾക്ക്, എന്നിട്ട് വിളിക്കാൻ പറയും ഞാൻ. കാരണം നമ്മള് കൺസിസ്റ്റൻസി കാൽക്കുലേഷൻ മനസ്സിലാവാതെ വരുമ്പോൾ നമ്മുടെ ടീമിലെ ആളുകൾ കൺസിസ്റ്റൻസി കുറയുമ്പോൾ, എനിക്ക് എന്താ ഇത്രയും കുറഞ്ഞേ, അതെന്താ അങ്ങനെ വന്നത്, ഞാൻ ഇങ്ങനെ ചെയ്തതല്ലേ എന്നൊക്കെ വേണ്ടി ഇങ്ങനെ നമ്മുടെ എടുത്ത് കയറാൻ നിൽക്കും. അറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊക്കെ ഈ വീഡിയോയിൽ കിടക്കുന്നുണ്ട്. നമ്മളത് കാണണം. കാരണം ഞാൻ പലപ്പോഴും ഞാൻ മൂൾ സാറിൻ്റെ പറയാറുണ്ട്, മൂൾ സാറിൻ്റെ അർജുൻ സാറിൻ്റെ ഇന്നലെ കൂടി ഞാൻ അർജുൻ സാറിൻ്റെ പറഞ്ഞോളൂ, യൂട്യൂബിലുള്ള വീഡിയോസ് നമ്മൾ ശരിക്കും കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ ശരിക്കും കണ്ട് നോട്ട്സ് എഴുതുന്നുണ്ടെങ്കിൽ ഇത്രയും സംശയങ്ങൾ വരില്ല. ഇനി വീഡിയോസ് ഇത്രയും ആളുകൾ കാണുന്നില്ല എന്ന് പറയേണ്ട മറ്റൊരു കാരണം, കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പ് അതിന് എന്താ പറയാ 10K 80K ഒക്കെ വരേണ്ട കാലം കഴിഞ്ഞു പോയി. കാരണം ആക്റ്റീവ് ആയുള്ള മെമ്പേഴ്സ് ഒരു 70 പേര് ആക്റ്റീവ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ പോട്ടെ, ഒരു 30 പേരെ ആക്റ്റീവ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 30,000 പേര് ആക്റ്റീവ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 30K വരണ്ടേ, 30,000 പേര് കണ്ടതിന്റെ വ്യൂവർഷിപ്പ് വരണ്ടേ. അത് വരുന്നില്ലല്ലോ. ആകെ 1.5-2K ഒക്കെ വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ആകെ 1500-2000 പേരെ കാണുന്നുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവർ കാണുന്നില്ല, ബാക്കിയുള്ളവർ നോട്ട് എഴുതുന്നില്ല, ഒന്നുമില്ല. സോ നമ്മൾ തുടക്കത്തിൽ എന്താ പറഞ്ഞേ, ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ ബിസിനസ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ പഠിക്കാനും അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒക്കെ നമ്മൾ തയ്യാറായിരിക്കണമെന്ന് ഒരു പ്രതിബദ്ധത നമ്മൾ എടുക്കണമെന്ന് എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലെ ആൾക്കാർ പറഞ്ഞ കാര്യം ഞാൻ സൂചിപ്പിച്ചു അല്ലേ. അത്രേ ഉള്ളൂ. അപ്പൊ ഈ അമെന്റ്മെന്റ് വന്നിരിക്കുന്ന കാര്യങ്ങളും ഗ്രോത്ത് ബോണസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണേ, എങ്ങനെ ഫ്രീ പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണേ, എല്ലാം ഈ വീഡിയോയിലുണ്ട്. ജസ്റ്റ്
വാച്ച് ആൻഡ് ലേൺ ആൻഡ് ടീച്ച്. കാണുക, പഠിക്കുക, പഠിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവർക്ക്. ടീമിന് പറഞ്ഞു കൊടുക്കുക. എല്ലാവരും പറഞ്ഞു കൊടുക്കാൻ വേണ്ട, ടീമിന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ. ഇനി നമുക്കുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് നമ്മളുടെ ഈ വരുന്ന 28-ാം തീയതി നമ്മളുടെ എറണാകുളത്ത് രാജഗിരിയിൽ നമ്മളുടെ നേരത്തെ ഞാൻ പറഞ്ഞ ടോപ്പ് 10 കാറ്റഗറിയിൽ നിൽക്കുന്ന, ഇന്ത്യയിൽ ടോപ്പ് 10 കാറ്റഗറിയിൽ നിൽക്കുന്ന നമ്മുടെ ഡയമണ്ട് വട്സാർ വരുന്നു. അദ്ദേഹം വരുന്ന LDP പ്രോഗ്രാമിൽ ടോപ്പ് 10 ബയേഴ്സിന്, പ്രൊഡക്റ്റുകളുടെ ടോപ്പ് 10 ബയേഴ്സിന് റെക്കഗ്നേഷൻ ഉണ്ട്. ഗുഡ് ഡോട്ടിൽ ടോപ്പ് 10 വരുന്നവർക്ക് റെക്കഗ്നേഷൻ ഉണ്ട്. ബ്രാൻഡ് ന്യൂ ഓപ്പണർ അസോസിയേറ്റ് ബയേഴ്സിനൊക്കെ റെക്കഗ്നേഷൻ ഉണ്ട്. ഓപ്പണർ ആൻഡ് എബോവ് എല്ലാവർക്കും അവിടെ റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ട്. ബ്രാൻഡ് ന്യൂ, പുതിയതായിട്ട്. ഏത് മാസങ്ങളിലെ കണക്കെടുക്കണമെന്ന് അറിയോ? ഏപ്രിൽ മെയ് ജൂൺ 3 മാസത്തെ കണക്കെടുക്കുന്നത്. ഏപ്രിൽ മെയ് ജൂൺ. അപ്പൊ നമുക്ക് ഈ മാസം എങ്കിലും, കഴിഞ്ഞ 2 മാസമായിട്ട് എനിക്ക് അച്ചീവ്മെന്റ് കൊണ്ടുവരാൻ പറ്റിയില്ല, പക്ഷെ ഈ മാസമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ, അടുത്ത പൊസിഷനിലേക്ക് പോവാൻ ഒരു ഒരു ശ്വാസം പിടിച്ചൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടർ വട്സാർ വരുന്ന ജൂലൈ 28-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിൽ റെക്കഗ്നേഷൻ വാങ്ങിക്കാം. ഓക്കെ. അപ്പൊ അത് നമ്മൾ ഓർക്കുക. ഇത് നമ്മളുടെ ടാർഗറ്റ് ആയിട്ട് ഇതിനെ ഏറ്റെടുക്കുക. ഓക്കെ. ഇനി നമ്മളുടെ RCM ഈവന്റ്, RCMന്റെ സോറി എന്തോ ഒരു RCMന്റെ നമുക്കൊരു RCM ഈവന്റ് വരുന്നുണ്ട്. ഓക്കെ. RCM ഈവന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സോണൽ സെലിബ്രേഷൻ വരുന്നുണ്ട്. അതിന്റെ ഫോട്ടോ ഉണ്ടായത് എന്തോ പ്ലേ ആവണില്ല. ഓക്കെ. സോണൽ സെലിബ്രേഷൻ നമുക്ക് വരുന്നത് ഓഗസ്റ്റ് 25-ാം തീയതി, അതും രാജഗിരിയിലാണ്. കമ്പനിയുടെ അന്ന് വരുന്ന സോണൽ സെലിബ്രേഷൻ ആണ്. ആ സോണൽ സെലിബ്രേഷനും നമുക്ക് എന്തൊക്കെയുണ്ട്? ബ്രാൻഡ് ന്യൂ റോയൽറ്റി അച്ചീവേഴ്സിന് അവിടെ റെക്കഗ്നേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബ്രാൻഡ് ന്യൂ ടെക്നിക്കൽ അച്ചീവേഴ്സിന് റെക്കഗ്നേഷൻ ഉണ്ട്. അതുപോലെ ബ്രാൻഡ് ന്യൂ വൈറ്റൽ അച്ചീവേഴ്സിന് ലക്കി ഡ്രോയിൽ പങ്കെടുത്തുകൊണ്ട് സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. എൻട്രി കിട്ടാൻ നമ്മൾ ഓൾറെഡി ഈ അച്ചീവ്മെന്റ് നേടിയ അവർക്കൊക്കെ എൻട്രി കിട്ടും. ഇനി അതല്ല, നമ്മുടെ ടീമിൽ ഇന്ന് ജോയിൻ ചെയ്യുന്ന ഒരാളെ എങ്ങനെ എൻട്രി ചെയ്യിപ്പിക്കും? ഇന്ന് ജോയിൻ ചെയ്ത ആൾക്ക് 1000 PV ചെയ്തുകൊണ്ട് അതിലേക്ക് എൻട്രി നേടാം. ഇനി ഓൾറെഡി നമ്മുടെ കൂടെ കുറച്ച് മാസങ്ങളായിട്ടുള്ള നമ്മുടെ ടീമിലും കഴിഞ്ഞ ഒരു 6 മാസമൊക്കെ ആയിട്ട് നമ്മുടെ ടീമിലുള്ള ആളാണ്, പക്ഷെ ആളങ്ങനെ വലിയ കാര്യമായിട്ട് ആക്റ്റീവായിട്ട് വർക്കൊന്നും ചെയ്യണില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഈ മാസം 2000 PV ചെയ്തിട്ടും അതിലേക്ക് എൻട്രി നേടാം. ഇനി അതൊന്നും പോരാ, കുറച്ചും കൂടി ലെവലിലേക്ക് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 4500 PV വരെ ചെയ്തിട്ടും അതിലേക്ക് എൻട്രി നേടാം. പക്ഷെ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സീറ്റ് കിട്ടും. അതാണ് പ്രത്യേകത. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് സീറ്റ് കിട്ടും. ഓക്കെ. അപ്പോൾ സോണൽ സെലിബ്രേഷൻ നടക്കുന്നത് ഓഗസ്റ്റ് 25-ാം തീയതി. അതിനു മുമ്പ് നമ്മുടെ വട്സാറിന്റെ പ്രോഗ്രാം ഉണ്ട് ജൂലൈ 28-ാം തീയതി. രണ്ടും രാജഗിരിയിലാണ്. ഈ 2 പ്രോഗ്രാമിനും റെക്കഗ്നേഷൻ ഉണ്ട്. 2 പ്രോഗ്രാമിനും റെക്കഗ്നേഷൻ എടുക്കണമെങ്കിൽ, വാങ്ങിച്ചെടുക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒന്ന് തയ്യാറാവുക. ഇപ്പോഴേ ഒന്ന് ശ്വാസം പിടിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ ടോപ്പ് 3 KSO, ടോപ്പ് 3 വണ്ടർ വേൾഡ്, ടോപ്പ് 3 വണ്ടർ വേൾഡ് ക്യുക്ക്, ടോപ്പ് 3 ഡിപ്പോ, ടോപ്പ് 3 ഹോം ഡെലിവറി സെന്ററുകൾ. നമുക്ക് ഹോം ഡെലിവറി പല ഷോപ്പുകളും ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഹോം ഡെലിവറി ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഹോം ഡെലിവറി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹോം ഡെലിവറിയിൽ അച്ചീവ്മെന്റ് ടാർഗറ്റ് ബീറ്റ് ചെയ്യുന്ന ടോപ്പ് 3 വരുന്ന ആളുകൾക്കും അവിടെ റെക്കഗ്നേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ആളുകൾക്ക് അവിടെ റെക്കഗ്നേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉഡാനിലുള്ള ആളുകൾക്ക് റെക്കഗ്നേഷൻ ഉണ്ട്. ഉഡാന്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കുന്നവർക്ക് റെക്കഗ്നേഷൻ ഉണ്ട്. നമ്മളുടെ നിർജ്ജര, നിർഭയ അതിനുള്ള ടാർഗറ്റ് കംപ്ലീറ്റ് അവർക്ക് റെക്കഗ്നേഷൻ കൊടുക്കുന്നുണ്ട്. സോറി. പിന്നെ നമ്മളുടെ തേജസ് ബുനിയാദും തേജസ് മെയിനിലും ടാർഗറ്റ് വന്നിട്ടുണ്ട്. ആ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കുന്നവർക്കും റെക്കഗ്നേഷൻ കൊടുക്കുന്നുണ്ട്. ഇവർക്കൊക്കെ സോണൽ സെലിബ്രേഷൻ റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ട് ഓഗസ്റ്റ് 25-ാം തീയതി. അപ്പൊ അതും നമ്മൾ അറിയണം, അതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. കാരണം ഞാൻ ഇതൊക്കെ പറഞ്ഞത് നമ്മളുടെ കഴിഞ്ഞു പോയ, അല്ലെങ്കിൽ നമ്മൾക്ക് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഒരു അവസരം നമുക്ക് വരുന്നത് അങ്ങനെയാണ്. കാരണം നമ്മള് ഈ ഒരു കാര്യത്തില്, ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ പോയാൽ മതിയോ? ഒരു വിജയിക്കണ്ടേ? അപ്പൊ ആ വിജയിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഇതിനെ കാണണ്ടേ.
അപ്പോ RCM ബിസിനസ് നമുക്ക് വലിയൊരു അവസരമാണ് തരുന്നത്. ഈ ഒരു അവസരം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ടാർഗറ്റ് കമ്പനി വന്നാലും ഒരുപാട് ടാർഗറ്റുകളും ഒരുപാട് ഓഫറുകളും കിട്ടുന്നുണ്ട്. എല്ലാം കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഏറ്റെടുക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തുടക്കം പറഞ്ഞ മാതിരി ഒരു എക്സ്ട്രാ ഫോഴ്സ് നിങ്ങളുടെ പിന്നിൽ നിന്ന് വരണം. ആ എക്സ്ട്രാ ഫോഴ്സ് എപ്പോഴും ലീഡേഴ്സ് തന്നെ ആവണമെന്ന് വാശി പിടിക്കാനും പാടില്ല. എപ്പോഴും ലീഡേഴ്സ് തന്നെ എന്നെ തള്ളണം, അല്ലെങ്കിൽ അല്ല എപ്പോഴും ലീഡേഴ്സ് തന്നെ എന്നെ ഒരു കുന്ത് തരണം എന്നുള്ളൊരു വാശി നമ്മൾ പിടിക്കാൻ പാടില്ല. അപ്പോൾ അല്ലാതെ നമുക്ക് എങ്ങനെ എക്സ്ട്രാ ഫോഴ്സ് വരും? അല്ലാതെ എക്സ്ട്രാ ഫോഴ്സ് വരാനുള്ള ഒരു അവസരം, ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നെ തുടക്കം പറഞ്ഞ ഇമോഷൻ ഡ്രീം. ഇമോഷൻ ഡ്രീം നിങ്ങൾക്കൊരു എക്സ്ട്രാ ഫോഴ്സാണ്. അത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏതൊരു അവസ്ഥയിലും ആരും നിങ്ങളെ പിന്നിൽ നിന്ന് തള്ളാൻ വന്നില്ലെങ്കിലും ആരും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വന്നില്ലെങ്കിലും നിങ്ങൾക്ക് സ്വയം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കി തരും. കാരണം അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ലൈഫിൽ ഇതുവരെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. സോ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് വരാനായിട്ട് ഉള്ള ഡ്രീമുകളെ ഒന്ന് വലുതാക്കി ഇമോഷൻ ഡ്രീമുകളാക്കി മാറ്റുക. ഓരോന്നിനെയും ഓരോ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുക. ഞാൻ ആദ്യത്തെ ഡ്രീം പറഞ്ഞപ്പോൾ ഞാൻ കണക്ട് ചെയ്ത മാതിരി ഓരോന്നിനും അങ്ങനെ കണക്ഷൻ ഉണ്ട്. ഞാൻ അതിനൊക്കെ വിശദീകരിക്കാൻ പോയാൽ എനിക്ക് അതിനു വേണ്ടി മാത്രം ഏഹ്, ഒരു വലിയൊരു സെഷൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാൻ പോകാതിരുന്നത്. കാരണം ഞാൻ കാണിച്ചിരിക്കുന്ന ഓരോ ഡ്രീമുകൾക്കും ഓരോ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഓരോ ഡേറ്റുകളായിട്ട് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് ഇടുമ്പോഴാണ് നമുക്കത് ഇമോഷൻ ഡ്രീം ആവുള്ളൂ. അപ്പൊ എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. ടാർഗറ്റുകൾ ഏറ്റെടുത്ത് കൺസിസ്റ്റൻസി പ്ലാനിലൂടെ തന്നെ വലിയൊരു വിജയം എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ. ഇങ്ങനൊരു പ്ലാറ്റ്ഫോം എനിക്ക് സമ്മാനിച്ച സുഭാഷ് സാറിനും പിന്നെ ബീനു സാറ്, മൂർത്തി സാറ്, പിന്നെ എന്നെ ഇങ്ങനെ തേച്ച് 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 ഒരു നല്ല മൂർച്ചയുള്ള കത്തിയാക്കി എടുക്കുന്ന എൻ്റെ എല്ലാ ഗ്രേറ്റ് ഗ്രേറ്റ് ലീഡേഴ്സ്, അൻഡ്രൂ സാർ, ഷൈനി മാഡം, ഗിരീഷ് സാറ്, ഡോക്ടർ രാജൻ സാറ്, എൻ്റെ സഹോദര തുല്യനായ അർജുൻ സാറ്, എന്താ പറയാ സഹോദരനായ അർജുൻ സാറ് എപ്പോഴും കൂടെ കട്ടയ്ക്ക് ഉണ്ടാവും. ഇന്നലെയും ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തു മുന്നോട്ട് പോകണത്. അപ്പൊ എല്ലാവർക്കും, അങ്ങനെയുള്ള എല്ലാ ലീഡേഴ്സിനും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. എൻ്റെ എല്ലാ കടപ്പാടും അറിയിക്കുകയാണ്. Thank you, GRCM, good RCM, and God bless you all of you.